ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 69ാമത്തെ പാർട്ടാണ്. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. രാവിലെ ദത്തൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വർണ്ണ നല്ല ഉറക്കത്തിലാണ്. തൻ്റെ മേൽ കയറ്റി വെച്ചിരിക്കുന്ന അവളുടെ കൈയും കാലും പതിയെ ഇറക്കി വെച്ച് ദത്തൻ എണീക്കാൻ നിന്നതും വർണ്ണ അതിന് സമ്മതിക്കാതെ അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. ഓഫീസിൽ പോവണ്ടേ ദേവൂസേ? എൻ്റെ കുട്ടി ഉറങ്ങിക്കോ, ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടാ. കുറച്ച് നേരം ദത്ത പ്ലീസ്. വർണ്ണ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ദത്തൻ പതിയെ അവളുടെ പുറത്ത് കൊട്ടിക്കൊടുത്തു. ഇന്നലെ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ നിനക്ക്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. സമയായി, നീ വേഗം പോയി റെഡി ആവാൻ നോക്കിക്കോട്ടാ. വർണ്ണ തലവഴി പുതപ്പെട്ട് തിരിഞ്ഞു കിടന്നു. ദത്തൻ ഒരു ചിരിയോടെ എണീറ്റ് ബാത്റൂമിലേക്ക് കുളിക്കാനായി പോയി. ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ ഒരു വട്ടം പറഞ്ഞു മിക പറ്റില്ല എന്ന്, വീണ്ടും അത് തന്നെ ചോദിച്ചു വരണ്ട. ഷൂ ലൈസ് കെട്ടിക്കൊണ്ട് പാർത്തി പറഞ്ഞു. ഉറപ്പാണോ? അവൾ ബെഡിൽ നിന്ന് എണീറ്റ് വന്ന് അവൻ്റെ അരികിൽ നിന്നു. അതെ. ഇയാളെന്തെങ്ങനെ? ഞാനൊരു ഉമ്മയല്ലേ ചോദിച്ചോളൂ, അല്ലാതെ ഈ വീടിൻ്റെ ആധാരമൊന്നും അല്ലല്ലോ. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട്. മോള് സമയം കളയാതെ പോവാൻ നോക്കിക്കോ. ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവും. അപ്പം ഏട്ടനും മനസ്സിലാവും എൻ്റെ വില. അവൾ പിണക്കത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി. അത്രയും നേരം ഗൗരവത്തിൽ നിന്ന് പാർത്തിയുടെ മുഖത്ത് ചിരി നിറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഉമ്മ ചോദിക്കാൻ അതിനിപ്പോൾ എന്താ ഉണ്ടായാണവോ? പാർത്തി കയ്യിൽ വാച്ച് കെട്ടി ടേബിളിന് മുകളിൽ നിന്നും ഫയലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആമി നീളം വരാന്തയിലെ കൈവരി പിടിച്ച് അകലേക്ക് നോക്കി നിൽക്കുകയാണ്. പാർത്തി ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളുടെ പിന്നിൽ നിന്നു. ഞാൻ ഇറങ്ങാം കേട്ടോ, രാത്രിയേ വരുള്ളൂ. പാർത്തി അവളുടെ കാതിലായി പറഞ്ഞു. അവൾ തലയാട്ടി. ബായ്. അവളുടെ കവിളിൽ ഉമ്മ വെച്ച് പാർത്തി പറഞ്ഞു. ആമിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പാർത്തി അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി ചിരിച്ച് തിരിഞ്ഞതും കുറച്ച് പിന്നിലായി തങ്ങളെ നോക്കി നിൽക്കുന്ന അബിയാണ് കണ്ടത്. ഗുഡ് മോർണിംഗ് അളിയ. പാർത്തി വലിയ ഭാവമാറ്റമൊന്നും ഇല്ലാതെ അവനെ നോക്കി പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. അവന് പിന്നാലെ തന്നെ ശ്രദ്ധിക്കാതെ പോകാൻ നിന്ന ആമിയെ അബി പിടിച്ചു നിർത്തി. എന്താ നിൻ്റെ ഉദ്ദേശം? ഇവിടേക്ക് നീ എന്തിനാ വന്നിരിക്കണേ? ആ പോയവനും നീയും തമ്മിൽ എന്താ ബന്ധം? അവളുടെ കയ്യിലെ പിടി മുറുക്കിക്കൊണ്ട് അഭിജിത്ത് ചോദിച്ചു. അത് നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ആമി! അവൻ ദേഷ്യത്തിൽ വിളിച്ചു. ആമിയോ? എന്നെ ആ പേര് വിളിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അതിന് നിങ്ങൾ ആരാ? ആമി, ആരോട് സംസാരിക്കുന്നതിന് ബോധമുണ്ടോ നിനക്ക്? എനിക്ക് നല്ല ബോധമുണ്ട്. പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച് ബോധമില്ലാതെ നടക്കുന്ന നിങ്ങളാണ്. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് എന്നെ ഗുണദോഷിക്കാൻ വാ. പിന്നെ എൻ്റെ നേരെ ഇനി ഇമാതിരി ഏട്ടം കളിക്കാൻ വന്ന. അവൾ കൈ ചൂണ്ടി താക്കിയതുപോലെ പറഞ്ഞ് അവന് മറികടന്നു പോയി. അബിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറങ്ങി. ദത്തനോടുള്ള പക അവനിൽ ആളിക്കത്തി. രാവിലെ ശ്രീരാഗ് തിരികെ എത്തി. കൂടെ ദർശനയും രാഗും ഉണ്ടായിരുന്നു. അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരോട് കൂടെയായിരുന്നു എന്ന് വീട്ടിലുള്ളവരോട് കള്ളം പറഞ്ഞു. രാഗും ദർശനയും കൂടെ നിന്നതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാം അത് വിശ്വസിക്കുകയും ചെയ്തു. ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷം വർണ്ണ നല്ല കുട്ടിയായി പഠിക്കാൻ തുടങ്ങിയിരുന്നു. ഭദ്രയ്ക്കും ശീലനും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവരും കൂടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ദത്തൻ വരുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിരുന്നു. ഇതെന്താ എല്ലാവരും എന്തോ പോയി അണ്ണാനെ പോലെ ഇരിക്കണേ? ഭദ്രൻ ശീലുവിനെ നോക്കി ദത്തൻ ചോദിച്ചു. ഉച്ചയ്ക്ക് തുടങ്ങിയതാ ഇവരിങ്ങനെ ഇരിക്കണേ. ഒരാൾ റൂമിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അടുക്കളയിൽ നിന്നും വരുന്ന ആമി ദത്തനെ നോക്കി പറഞ്ഞു. ആര്? വർണ്ണയാ? അവള് തന്നെ. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എന്തൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇനി 3 കൂടെ തല്ലുകൂടിയോ എന്തോ. ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. 3 ഒരമ്മ പറ്റ പോലെയല്ലേ നടക്കണേ. പറ ഭദ്ര, എന്താ കാര്യം? അവരുടെ മുന്നിൽ മുട്ടുകുത്തിയെന്ന് ദത്തൻ ചോദിച്ചു. അറിയില്ല ഏട്ടാ, അവള് ഉച്ച മുതൽ മിണ്ടാതെ ഇരിക്കുക. ഞങ്ങൾ കാര്യം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ത്രിമൂർത്തികൾക്കിടയിൽ രഹസ്യമൊന്നും ഉണ്ടാകില്ല എന്നറിയാം. ശരി, എന്തായാലും ഞാൻ അവളോട് തന്നെ ചോദിക്കാം. ദത്തൻ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. അവർ പോകുന്നതുകൊണ്ട് ശീലും ഭദ്രയും മുഖത്തോട് മുഖം നോക്കി. ദത്തൻ റൂമിലേക്ക് വരുമ്പോൾ വർണ്ണ ജനലിൻ്റെ അരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്.
എന്താ കുഞ്ഞു മുഖത്തൊരു ബ്ലാരതാ? അവളുടെ പിന്നിൽ നിന്നും വട്ടം പിടിച്ചുകൊണ്ട് അവൻ കളിയോടെ ചോദിച്ചു. ഒന്നുമില്ല താത്ത. പിന്നെന്താ എൻ്റെ കുട്ടിയുടെ മുഖത്തിനൊരു വാട്ടം? നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ചായ എടുത്തിട്ട് വരാം, എന്നിട്ട് ബാക്കി പഠിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നീ കാര്യം പറ, എന്താണ്ടായേ? ദത്തൻ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. ഒന്നുമില്ല. എൻ്റെ മുഖത്ത് നോക്കി പറയൂ കുഞ്ഞേ. ദത്തൻ അവളുടെ മുഖം ഉയർത്തി തനിക്ക് നേരെ പിടിച്ചു. റിസൾട്ട് വന്നു. ആണോ? എന്നിട്ട്? അതിന് ഫുൾ പാസ്സാണ്. വേണിക്ക് 2 സപ്ലി. ഇനി എൻ്റെ കുട്ടിക്കോ? 1 സപ്ലി ഉണ്ട്. തല കുനിച്ച് പറയുന്നവളെ കണ്ട് താത്തന് പാവം തോന്നിയിരുന്നു. മതി, വേഗം ബാഗ് പാക്ക് ചെയ്തോ. ഇവിടെയുള്ളവരുടെ മുന്നിൽ ഇനി ഇതിൻ്റെ പേരിൽ കൂടി നാണം കെടാൻ എനിക്ക് വയ്യ. ഭാര്യയ്ക്ക് സപ്ലി ഉണ്ടെന്ന് പറയുന്ന അഭിമാനിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. പണ്ട് ശീലുവിനും ഭദ്രയ്ക്കും മാർക്ക് കുറഞ്ഞ തല്ലിയിരുന്ന ഞാൻ സ്വന്തം ഭാര്യയ്ക്ക് സപ്ലി ഉണ്ടെന്ന് എങ്ങനെ പറയും? അല്ലെങ്കിൽ നിനക്കതൊന്നും പ്രശ്നമല്ലല്ലോ, പഠിക്കാൻ മടിയല്ലേ? മതി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞ ടവലുമായി ബാത്റൂമിലേക്ക് കയറിപ്പോയി. വഴക്ക് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയോ? സങ്കടമായി കാണുമെന്തോ. ഇനിയും പഠിക്കാൻ മടി കാണിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഇത്തിരിയൊക്കെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. ദത്തൻ ആരോന്ന് ആലോചിച്ച് കുളിച്ചു. അവൾക്ക് നല്ല വിഷമമായി കാണുമെന്ന് ദത്തനും തോന്നിയിരുന്നു. അതുകൊണ്ട് അവൻ വേഗം കുളിച്ചിറങ്ങി. നോക്കുമ്പോൾ റൂമിൽ അവളെ കാണാനില്ല. ബെഡിന് മുകളിലായി 2 ബാഗുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ബോധം വിവരമില്ലാത്ത ആളോടാണോ അത് പറയണേന്ന് ഞാൻ ചിന്തിക്കാനായിരുന്നു. അവൻ ഒരു ഷർട്ട് മുണ്ട് എടുത്തിട്ട് നേരെ താഴേക്ക് നടന്നു. അടുക്കളയിലും ഹാളിലും അവളെ കാണാത്തതുകൊണ്ട് അവൻ നേരെ ഭദ്രയുടെ റൂമിലേക്ക് നടന്നു. പാതി ചാരിയിട്ടിരിക്കുന്ന വാതിൽ അവൻ പതിയെ തുറന്നു. സപ്ലി സപ്ലി സപ്ലി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്, ബട്ട് സപ്ലി ലൈക്സ് മീ, ഐ കാൺ അവോയ്ഡ്. വർണ്ണ ആമിയുടെയും ശീലുവിൻ്റെയും ഭദ്രയുടെയും മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു. എന്നാലും നിന്നെ കൊണ്ട് എങ്ങനെ പറ്റുന്നു പറഞ്ഞ? സപ്ലി കിട്ടിയിട്ട് ഒരു സങ്കടം ഇല്ലയെന്ന് വെച്ചാൽ എനിക്കൊക്കെ മാർക്ക് കുറച്ച് കുറഞ്ഞാൽ കൂടെ രാത്രി കിടന്നുറങ്ങാൻ കൂടെ പറ്റില്ല. ഭദ്ര അത്ഭുതത്തോടെ പറഞ്ഞു. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. വർണ്ണയ്ക്ക് ഇതൊക്കെ വെറും ഗ്രാസാണ്, ഗ്രാസ്. വർണ്ണ ഒരു കൂസലില്ലാതെ പറഞ്ഞു. ആ, എന്തിനടി എന്നെ നുള്ളിയ? കൈ ഒഴിഞ്ഞുകൊണ്ട് വർണ്ണ ശീലുവിനെ നോക്കി. അല്ല, കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണോ നോക്കിയതാ? നിനക്ക് സപ്ലി കിട്ടിയതിന് ഞങ്ങൾക്കുള്ള സങ്കടം പോലെ എനിക്കില്ലല്ലോ. ഇതൊക്കെ എന്ത്? ഇതിനും വലുത് ചാടി കടന്നവനാണ് ഈ വർണ്ണാദേവദത്തൻ. അവൾ ഡ്രസ്സിൻ്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു. ദത്തൻ വാതിൽ ചാരി തൻ്റെ റൂമിലേക്ക് തന്നെ പോയി. ഏട്ടൻ എന്താ പറഞ്ഞേ? ഭദ്ര ചോദിച്ചു. ചെറിയ വഴക്കൊക്കെ പറഞ്ഞു, പക്ഷെ സാരമില്ല. ഇനി മുതൽ ഞാൻ പുതിയൊരു വർണ്ണയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ സപ്ലി എന്ന വാക്ക് പോലും ഉണ്ടാവില്ല. പഠിച്ച് ഞാൻ വലിയൊരാളാവും. ഇതൊക്കെ നടക്കുമോ? ശീല് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വർണ്ണ സൊല്ലതുവേ ചെയ്യുക, സൊല്ലത് മട്ടും താ സൊല്ലുക. ഇത് താൻ ദണ്ഡനെ, ശിവഗാമി ദേവി താൻ സാസനെ, മഹിമതി കി ജയ്, ജയ് ബാഹുബലി. ഭദ്രയും ശീലവും പറഞ്ഞ കേട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു. അഭിനേത്രികളുടെ അഭിനയം കഴിഞ്ഞെങ്കിൽ അത്താഴം കഴിക്കാൻ വന്നാലും. ഇതെല്ലാം കണ്ട് ഡോറിനരികിൽ നിന്ന് ചെറിയമ്മ കളിയാക്കി പറഞ്ഞു. ഞങ്ങളിതാ വരുന്നു രാജാമാതാ. ഭദ്രയും ശീലവും പുറത്തേക്ക് നടന്നു. അവർക്ക് പുറകെ പോവാൻ നിന്ന വർണ്ണയെ ആമി പിടിച്ചു നിർത്തി. സത്യം പറ, നിനക്കൊരു സങ്കടമില്ലേ? ആമി അവളുടെ മുഖം കയ്യിലെടുത്ത് ചോദിച്ചു. വർണ്ണ ഒന്നും മിണ്ടാതെ അവളെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല ചേച്ചി, എനിക്കിത് ആദ്യമായിട്ട് കിട്ടുന്ന സപ്ലി ഒന്നല്ലല്ലോ. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. ഞാൻ നിൻ്റെ ചേച്ചി അന്നും കാര്യം മറക്കണ്ട വർണ്ണ, എനിക്കറിഞ്ഞൂടെ നിന്നെ. ആമി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. എനിക്കൊരു സങ്കടവും ഇല്ല ചേച്ചി, കഴിക്കാൻ വാ. പാർട്ടിയായിരുന്നു അവിടെ കണ്ണിൽ മണ്ണെണ്ണയല്ല, സോറി എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ഡി നിന്നെ. ആമി അവൾക്ക് പിന്നാലെ ഓടി.
ഭക്ഷണം കഴിക്കുമ്പോഴും പറഞ്ഞ ഓരോ തമാശകൾ പറഞ്ഞ് ഭദ്രയോട് ശീലോട് ചിരിച്ചു സംസാരിച്ചു. ചെറിയമ്മ ശ്രീരാഗിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും അവൻ വന്നില്ല. അവൻ്റെ പെട്ടെന്നുള്ള മാറ്റം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ രാഗിനും ദർശനയ്ക്ക് അറിയായിരുന്നു. ഭക്ഷണം കഴിച്ചവർ വേഗം തന്നെ ആ റൂമിലേക്ക് പോയി. പപ്പയുടെയും പാർവതിയുടെയും കൂടെ ഇരുന്ന് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് വൈകിയാണ് ദത്തൻ റൂമിലേക്ക് വന്നത്. അവൻ വരുമ്പോഴേക്കും വർണ്ണ കിടന്നിരുന്നു. അവൻ ലൈറ്റ് ഓൺ ചെയ്ത് വർണ്ണയെ തട്ടി വിളിച്ചെങ്കിൽ വർണ്ണ ഉറങ്ങുന്ന പോലെ കാണിച്ചു. അതുകൊണ്ട് അവന് ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. സമയം കുറച്ച് കഴിഞ്ഞ് ദത്തൻ ഉറങ്ങിയെന്ന് തോന്നിയതും വർണ്ണ ബെഡിൽ നിന്നിറങ്ങി റൂമിലെ സൈഡിലെ ജനലിനരികിൽ വന്ന് നിന്നു. തണുത്ത കാറ്റ് തന്നെ തഴുകിപ്പോയത് അവൾ കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു. അതിനോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചൂട് തന്നെ പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ സന്തോഷം അഭിനയിക്കുന്ന എൻ്റെ ദേവുട്ടിയെ? അവളുടെ തോളിൽ താടി കുത്തിന്ന് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അഭിനയിക്കേ? ഞാനാ? ഏയ് ഇല്ല ദത്ത. ഞാരോടെ കള്ളം പറയണേ? എനിക്കറിഞ്ഞൂടാ നിന്നെ. ഞാൻ പറഞ്ഞ നിനക്ക് സങ്കടമായോടാ? ദത്തൻ അവളെ തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ദത്ത, ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ലേ തോറ്റേ. മതി എൻ്റെ കുട്ടി അഭിനയിച്ചത്. ദത്തൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന സങ്കടമെല്ലാം പുറത്തു വന്നിരുന്നു. ഞാൻ കാരണം എല്ലാവരും മുന്നിൽ നിനക്ക് നാണക്കേടാവില്ല ദത്ത. ഇവിടെ എല്ലാവരും നന്നായി പഠിക്കുന്നവരല്ലേ? നീയും നന്നായിട്ട് പഠിക്കും. എന്നിട്ട് ഞാൻ എക്സാമിന് ജസ്റ്റ് പാസ് പോലും ആവാതെ ആവുമ്പോൾ എല്ലാവരും നിന്നെയല്ലേ കളിയാക്കുക? ഞാനല്ലേ കാരണക്കാരി? ഞാൻ പഠിക്കാതെ മടി കാണിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. സോറി ദത്ത. അവൾ കരയാൻ തുടങ്ങി. ദത്തൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിച്ചു. കുഞ്ഞെ. അവളുടെ സങ്കടം കുറച്ച് കുറഞ്ഞു ദത്തൻ വിളിച്ചു. നിനക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചാൽ നീ എൻ്റെ ദേവുട്ടി അല്ലാതാവോടാ? മാർക്കും പണവും ഭംഗിയും പദവിയും ഒന്നും നോക്കിയല്ലല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചേ. പിന്നെ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കുട്ടി ദത്തനെ അറിയാലോ, അതുപോലെ ദത്തൻ എൻ്റെ കുട്ടിക്ക് അറിയാം. അവൻ വർണ്ണയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇപ്പം വന്ന റിസൾട്ട് നീ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഴുതിയതല്ലേ? എൻ്റെ കുട്ടി 2-3 ദിവസം മുമ്പേ അല്ലേ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സാരമില്ല, ഇനി മുതൽ പഠിച്ചാൽ മതി. ഞാനുണ്ടല്ലോ കൂടെ. പിന്നെന്തിനാ എൻ്റെ കുട്ടി സങ്കടപ്പെടുന്നേ? ഒന്ന് ചിരിക്കി. എൻ്റെ കുഞ്ഞിപ്പെണ്ണൊന്ന് ചിരിച്ചേ. ദത്തൻ അവളുടെ കവളി പിടിച്ചു വലിച്ചു. വർണ്ണ ഒന്ന് ചിരിച്ചു. ഇങ്ങനെയല്ല, ആത്മാർത്ഥമായി ചിരിക്കടി. ദത്തൻ അത് പറഞ്ഞ അവളെ ഇക്കിളിയാക്കിയതും വർണ്ണ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒപ്പം അവനും. ദത്തൻ അവളെ എടുത്ത് ബെഡിലേക്ക് ഇരുത്തി. കൂടെ അവനും ഇരുന്നു. ഇപ്പം എൻ്റെ കുട്ടിയുടെ സങ്കടം മാറിയാ? മറുപടിയായി അവൾ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. ദത്തൻ അവളുടെ നെറ്റിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. എനിക്ക് സങ്കടമുള്ള കാര്യം നിനക്ക് എങ്ങനെയാ മനസ്സിലായേ ദത്ത? അവൻ്റെ മടിയിൽ കിടന്ന് അവൾ ചോദിച്ചു. നിൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ലേ കുഞ്ഞ്. അതുകൊണ്ട് ഇതിനുള്ളിലെ സങ്കടവും സന്തോഷം എല്ലാം മറ്റാരേക്കാളും എനിക്കല്ലേ മനസ്സിലാവുക. ദത്തൻ അവളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. വർണ്ണ ഒരു നിമിഷം അവൻ അത്ഭുതത്തോടെ നോക്കി. എന്താണ് അങ്ങനെ നോക്കണേ? ദത്തൻ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ഒപ്പം അവനും കിടന്നു. ലവ് യു ദത്ത. ദത്തൻ അത് കേട്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. നീ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ? എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ നടന്നില്ലല്ലോ. നിന്നിവിടേക്ക് വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം നീ മറക്കരുത്. ചന്ദ്രശേഖരൻ തനിക്ക് മുന്നിൽ ഇരിക്കുന്ന അഭിജിത്തിനോട് പറഞ്ഞു. നിങ്ങളിങ്ങനെ തിരക്ക് പിടിക്കാത്ത ചന്ദ്രശേഖരൻ സാറേ. പൈസ എണ്ണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഒറ്റടിക്കൊന്നും നടക്കത്തില്ല. ഇവിടെ ശക്തിയേക്കാൾ ഉപരി വേണ്ടത് ബുദ്ധിയാണ്. അതിൽ സാറിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി തിരക്ക് എനിക്കാണ്. എന്നിട്ടാണ് നീ ഒന്നും ചെയ്യാതെ വെറുതെ നടക്കുന്നേ? ഈ സാറിന് എന്താ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ലേ? ഇവിടെ നമ്മൾ ഓരോ ചുവടും ബുദ്ധിപരമായാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം അവളെ, ആ വർണ്ണയെ ഇവിടെയുള്ളവരുമായിട്ട് തെറ്റിക്കണം. അവളെല്ലാവരെയും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ്. എന്തിനു പറയുന്നു, സാറിൻ്റെ മകൾ പാർവതിക്ക് പോലും. ഇതിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പകരം അവരിലൊരാളായി മാറാൻ അവരെ പരസ്പരം തെറ്റിക്കണം. അവൻ ഒരു കൂടുതൽ നിറഞ്ഞ ചിരിയിൽ പറഞ്ഞു.
എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് പറഞ്ഞ് ചന്ദ്രശേഖരൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അബി ഒരു ചിരിയോടെ ബെഡിലേക്ക് കടന്നു. ഒപ്പം അവൻ പഴയ ചില കാര്യങ്ങൾ ചിന്തിച്ചു. പൂർണിമ പറഞ്ഞ ചന്ദ്രശേഖരനെ കുറിച്ച് അബിക്ക് ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. തങ്ങളെ മീറ്റ് ചെയ്യാൻ അയാൾ ബാംഗ്ലൂർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അബി മുൻകൂട്ടി ചില തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പൂർണിമയായി സ്നേഹത്തിലാണെന്നറിഞ്ഞ് അയാൾ ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. പൂർണിമയുടെ അരികിൽ നിന്നും മാറ്റി നിർത്തി കൊന്നുകളയുമെന്ന് വരെ പറഞ്ഞതാണ്. അപ്പോഴാണ് ദത്തൻ്റെയും വർണ്ണയുടെയും കല്യാണത്തെക്കുറിച്ചും താൻ വർണ്ണയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അയാളോട് പറഞ്ഞത്. അവസാനം ഇരുവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കോംപ്രമൈസിലെത്തുകയും ചെയ്തു. പണി പറഞ്ഞ പോലെ ചെയ്താൽ വർണ്ണയും അതിനു പുറമെ ചോദിച്ച പണവും തനിക്ക് തരും എന്ന് വാക്കും ഉറപ്പിച്ചു. അതിനു പകരമായി അയാളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെയാണ് ഈ തറവാട്ടിലെത്തിയത്. പക്ഷേ അതുമാത്രമല്ല തൻ്റെ ലക്ഷ്യം. അവനൊരു ചിരിയോടെ കടന്നു. പിറ്റേ ദിവസം ദത്തൻ പതിവ് പോലെ ഓഫീസിലേക്ക് പോയി. വർണ്ണ റൂമിലേക്ക് വന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ വർണ്ണ മടിയൊന്നും കാണിക്കാത്ത കാരണം ആമി കൂട്ടിരിക്കൊന്നും വേണ്ടില്ല. ആള് ഫുൾ ടൈം ചെറിയമ്മയുടെ കൂടെ അടുക്കളയിൽ തന്നെയാണ്. കുറച്ച് പഠിച്ച് ക്ഷീണിച്ചതും വർണ്ണ പതിയെ താഴേക്ക് ഇറങ്ങി വന്നു. അവൾ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കാണുന്നത് ഹാളിലെ സെറ്റിയിലിരിക്കുന്ന ശീലവും ഭദ്രയും അവരുടെ ഇടയിലിരിക്കുന്ന അഭിജിത്തും. വർണ്ണയെ കണ്ടത് അവൻ വേണമെന്ന് വെച്ച് അവരുടെ തോളിലൂടെ കൈയിട്ടു. ഭദ്ര വേഗം തന്നെ കൈയെടുത്ത് മാറ്റി അവനെ നിന്നും കുറച്ച് നീങ്ങിയിരുന്നു. എന്നാൽ ശീലു ഫോണിൽ അവനെന്തോ കാണിച്ചു കൊടുക്കാണ്. അതിൻ്റെ ഇടയിൽ അവൾ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. വർണ്ണ ദേഷ്യത്തിൽ അവരുടെ അരികിൽ വന്നു. ശീലു! അവളുടെ ദേഷ്യത്തിലുള്ള വിളി കേട്ട് ശീലുവിൻ്റെ കയ്യിലെ ഫോൺ താഴെ വീണു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ. താങ്ക് യു.